2025 പ്രത്യാശയുടെ ജൂബിലി സമാപനത്തിലേക്ക് തിരുവനന്തപുരം അതിരൂപതയിൽ ജനുവരി 4 ജൂബിലി സമാപന പരിപാടികൾ നടക്കും. തിരുവനന്തപുരം അതിരൂപതയിൽ ജനുവരി 4 ഞായറാഴ്ച സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമാപന പരിപാടികൾ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പാളയം ഭദ്രാസന ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന പ്രേക്ഷിത റാലി സമാപന വേദിയിൽ എത്തിച്ചേരും. തുടർന്ന് സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിനച്ച് പെരേര സ്വാഗതമേകും. കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് മുൻ മേധാവി പ്രൊഫസർ ജോസഫ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന തുടർ പ്രവർത്തനമായ സാന്ത്വനം ആരോഗ്യ സമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ സൂസപ്പാക്യം നിർവഹിക്കും. ജൂബിലി മെമ്മോറിയൽ ആശുപത്രി ഡയറക്ടർ ഫാദർ ലെനിൻ രാജ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കും. CTC മദർ ജനറൽ സിസ്റ്റർ ആന്റണി ഷഹീല ആശംസയും പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി പ്ലാസിഡ് ഗ്രിഗറി കൃതജ്ഞതയും പറയും. തുടർന്ന് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയോടെ അതിരൂപതാതല ജൂബിലി ആഘോഷങ്ങൾക്ക് തിരശീല വീഴും. അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും ഇടവകതല പ്രതിനിധികളും ജൂബിലി സമാപന ചടങ്ങിൽ സജീവമായി പങ്കെടുക്കണമെന്ന് അതിരൂപത അധ്യക്ഷൻ അഭ്യർത്ഥിച്ചു. 2026 ജനുവരി 6 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ കവാടം ലിയോ 14 മാർപ്പാപ്പ ഔദ്യോഗികമായി അടയ്ക്കുന്നതോടെ പ്രത്യാശയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് പൂർണ്ണ തിരശീല വീഴും.